കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സഖ്യകക്ഷിയായിരുന്നു ജനതാദൾ സെക്യുലർ. നരേന്ദ്രമോദി മന്ത്രിസഭയിൽ നിലവിൽ എച്ച്.ഡി. ദേവഗൗഡ, അതായത് ജനതാദൾ സെക്യുലർ നേതാവ്, ക്യാബിനറ്റ് മന്ത്രി കൂടിയാണ്. ഈ ഒരു അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പിതാവും, അതായത് എച്ച്.ഡി. ദേവഗൗഡയുടെ പിതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ദേവഗൗഡ ഒരു വലിയ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അതായത് പിണറായി വിജയൻ്റെ എല്ലാ രീതിയിലുള്ള പിന്തുണയും ഉണ്ടായിരുന്നു കർണാടകയിൽ ബി.ജെ.പിയുമായി സഖ്യമുണ്ടാക്കുന്നത്. മാത്രമല്ല, കേരളത്തിൽ പിണറായി വിജയൻ്റെ എല്ലാ രീതിയിലുള്ള പിന്തുണയോടു കൂടിയാണ് ബി.ജെ.പിയുടെ സഖ്യകക്ഷിയായ ജനതാദൾ സെക്യുലർ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. ഇതിലെല്ലാം പിണറായി വിജയൻ്റെ പൂർണ്ണമായ സമ്മതമുണ്ട്. ബി.ജെ.പിയുമായി അടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് താൻ ഈ ഒരു രീതിയിൽ ആലോചിച്ചത് എന്നും ദേവഗൗഡ പറഞ്ഞതോടുകൂടി പിണറായി വിജയൻ്റെ മുഖംമൂടി അഴിയുകയാണ്. ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ RSS വിരുദ്ധനാണ് താൻ എന്ന് പറഞ്ഞു നടക്കുകയും അതേസമയം യഥാർത്ഥത്തിൽ RSSനെ പ്രീണിപ്പിക്കുകയും RSS നേതാക്കൾക്ക് എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന നേതാവാണ് പിണറായി വിജയൻ എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞതായി വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുകയാണ്. അത് ഒന്നോ രണ്ടോ ഇൻസിഡൻറ്റ് കൊണ്ട് ഉണ്ടായ സംഭവമല്ല, കുറേ നാളുകളായി അദ്ദേഹം നടത്തി വരുന്ന രീതിയാണ്. പിണറായി വിജയൻ്റെ പാർലമെൻറ്റ് ചരിത്രം, അതായത് ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കൂത്തുപറമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും അദ്ദേഹം വിജയിച്ച സാഹചര്യത്തിൽ 1970 വിജയിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ ജയിപ്പിച്ചത് അന്നത്തെ ജനസംഘ നേതാക്കളുടെ കൂടി നിതാന്തമായ പരിശ്രമമാണെന്ന് കൃത്യമായി കോൺഗ്രസ് നേതൃത്വം പറയുകയുണ്ടായി. ഇത് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാർക്കും അറിയുന്ന ഒരു രാഷ്ട്രീയ കാര്യമാണ് എന്ന് വി.ഡി. സതീശൻ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, പിണറായി വിജയൻ ഇതിനപ്പുറവും തൻ്റെ മകളെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഒത്തുതീർപ്പാക്കാനും അതുപോലെ തന്നെ SNC ലാവ്ലിൻ കേസ് അത് വർഷങ്ങളായി കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പിണറായി വിജയനെതിരെ പ്രതികൂലമായ ഒരു നടപടിയും ഉണ്ടാകാതിരിക്കാൻ ബി.ജെ.പി നേതാക്കൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും നമുക്ക് ബോധ്യപ്പെട്ടതായി വി.ഡി. സതീശൻ വ്യക്തമാക്കുകയാണ്. ഇത് പിണറായി വിജയൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതിനുവേണ്ടി പിണറായി വിജയൻ CPIM-നെ RSSൻ്റെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ സ്പീക്കറായിട്ടുള്ള AN ഷംസീർ പറഞ്ഞത് RSS ഇന്ത്യയിൽ വലിയ രീതിയിൽ സ്തുത്യർഹമായ പങ്ക് വഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നാണ്. ഇതിൽ നിന്ന് എന്താണ് വ്യക്തമാക്കേണ്ടത്? കേരളത്തിലെ സ്പീക്കർ CPIM-ൻ്റെ കണ്ണൂരിൽ നിന്നുള്ള പ്രധാന നേതാവായിട്ടുള്ള AN ഷംസീർ ഇത്തരമൊരു പ്രസ്താവന ഇറക്കുന്നത് വഴി കേരളത്തിലെ CPIM-ന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു CPIM RSS അന്തർധാര എത്രയോ കൊല്ലമായി രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് എന്നത് വ്യക്തമല്ലേ എന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നു.